ഹായ് ബഡീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇന്ന് ഞാനൊരു അക്വേറിയത്തിലാണ്. അടിപൊളിയായിട്ടുണ്ട് അക്വേറിയം, നല്ല രസം. നമുക്ക് ടെൻഷനൊക്കെ ആയിട്ട് ഇതിലേക്കൊന്ന് കയറുവാണെങ്കിൽ ടെൻഷനൊക്കെ മാറി പുറത്തിറങ്ങാൻ പറ്റിയ ഒരു അക്വേറിയമാണ് ഇത്. ലേക്ക് ഡിസ്ട്രിക്റ്റാണ് അവിടുത്തെ ഒരു അക്വേറിയമാണിത്. ഒരുപാട് മീനുകളൊന്നുമില്ല, പക്ഷേ ഉള്ള മീനുകളെല്ലാം നല്ല ഭംഗിയിൽ ഇട്ടേക്കുന്നൊരു അക്വേറിയം. ആമയുണ്ട്, പാമ്പുണ്ട്. ഒരു അക്വേറിയത്തിലാണെങ്കിലും ഇതെല്ലാം ഉൾപ്പെടുന്നൊരു അക്വേറിയമാണ്. നല്ല നല്ല പറഞ്ഞറിയിക്കാൻ പറ്റിയ അത്രയ്ക്ക് നല്ല രസമുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ ഒരു എലിയാണ്. എലീനെ വരെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പിടിച്ച് കൊന്നുകളയുന്ന സാധനത്തെ ഇവിടെ ഓരോ ചില്ലിട്ട ഗ്ലാസ് ഇട്ടൊരു മുറിക്കുള്ളിൽ വളർത്തുന്നു. നമ്മളാണെങ്കിൽ ചുണ്ടനെലി എന്നും പറഞ്ഞ് പിടിച്ച് കൊന്നുകളയുക ഇതിനെയൊക്കെ. ഇവിടെ വളർത്തുവാണ് ഇതിനെയൊക്കെ. അതുപോലെ തന്നെ വെറൈറ്റി അതിൻ്റെ അക്വേറിയത്തിൻ്റെയൊക്കെ ആണെങ്കിലും ഷേപ്പുകൾ കാണണം. പല റൗണ്ടിലുള്ളതും ഉരുണ്ടിരിക്കുന്നതും അങ്ങനെ പല ഷേപ്പുകളിലുള്ള അക്വേറിയം. നല്ല കാണാൻ ഭംഗിയുള്ള നല്ല നല്ല മീനുകൾ അത് അറേഞ്ച് ചെയ്തേക്കുന്ന നല്ല രസമുണ്ട്. ഇവിടെ ഈ തണുപ്പുള്ള രാജ്യത്ത് ഇങ്ങനെ ഒരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്ത് നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള പണിയാണ്. അതുപോലെ മെയിൻറ്റെയിൻ ആണ്. എനിക്കത് കയറിയപ്പോൾ ആകെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലൈറ്റിങ് കുറവായി, ഇച്ചിരി ഭയങ്കര ഇരുളിമയായിരുന്നു. അതല്ലാതൊരു പോരായ്മ അതിൻ്റെ അകത്ത് പറയാനില്ല. ഇതിനകത്ത് തന്നെ നല്ല ബ്രിഡ്ജുണ്ട്, അതായത് വലിയ ബ്രിഡ്ജുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല ക്ലാരിറ്റിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഭംഗിയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും എല്ലാവരും ഒന്ന് ഫുൾ വാച്ച് ചെയ്യുക. ഇങ്ങനത്തെ മീനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു മീനൊന്നും ഞാൻ കണ്ടിട്ടില്ല. വെറൈറ്റി മീനുകൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടാൻ പറ്റാത്ത ഒത്തിരി ഉണ്ട്. വീഡിയോ എടുത്തേക്കുന്ന ഷേക്കായി പോയതും അങ്ങനെ ഉൾപ്പെടാൻ പറ്റാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷെ നല്ല വെറൈറ്റി മീനുകൾ ഒത്തിരി ഉണ്ട് അതിൻ്റെ അകത്ത്. നല്ല വെള്ളത്തിൻ്റെ ആണെങ്കിലും ഹീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കി മെയിൻറ്റെയിൻ ചെയ്തത്. അതുപോലെ തന്നെ കയറുന്നതിന് എൻട്രി ഫീസും ഉണ്ട് കേട്ടോ. 20 രൂപ 25 രൂപ കണ്ടായിരുന്നു എൻട്രി ഫീസ്. ഇതൊക്കെ ഇങ്ങനത്തെ ഈ ഒരു മീനൊന്നും ഞാൻ കണ്ടിട്ട് പോലും. നിലത്ത് കിടക്കുന്നത് നമ്മുടെ ഇപ്പം എന്നാ അതിൻ്റെ പേര് കറക്റ്റ് അറിഞ്ഞൂടെ. ഇതൊരു തവളയാണ്.